എല്ലാവർക്കും അല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൈങ്കിളി, ദാവീദ്, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ദ സ്റ്റോറി ഓഫ് ബ്യൂട്ടിഫുൾ ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മാർച്ച് 28-നാണ് സിനിമയുടെ OTT പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. വിനയ് ഫോർട്ട്, അനുമോഹനാണ് ബിഗ് ബൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സൺനെസ്റ്റ് ആണ് ബിഗ് ബൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 10-ന് ബിഗ് ബൻ സിനിമ സൺനെസ്റ്റിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഇറു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡെയിൻ ഡേവിസ്, രഞ്ജി പണിക്കർ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണ് ഇറു. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയ സിനിമയായിരുന്നു പെരുമാനി. നല്ലൊരു കോമഡി മൂവിയാണ് പെരുമാനി. വിനയ് ഫോർട്ട്, സണ്ണി വെയിൻ, ലുക്മാൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം പെരുമാനി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് OTT റിലീസിന് ഒരുങ്ങുന്നത്. ഏപ്രിൽ പകുതിയോടുകൂടി പെരുമാനി സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് 40 ഡേയ്സ് ഗേൾഫ്രണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനു സിത്താര, വിനയ് ഫോർട്ടാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് വാതിൽ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മനോരമ മാക്സ് ആണ് വാതിൽ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. വാതിലൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോൾ ഒടുവിൽ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. വിഷുദിനത്തിൽ മനോരമ മാക്സിൽ വാതിൽ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ ആക്ഷൻ മൂവിയാണ്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നാദൃശ്യാണ്. ഇപ്പോൾ ഒടുവിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഏപ്രിൽ മാസം പകുതിയോടുകൂടി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ജനുവരി മാസത്തിലാണ് എക്സ്ട്രാ ഡീസൻ എന്ന ED സിനിമ റിലീസായത്. തിയേറ്ററിൽ നിന്ന് ഭേദപ്പെട്ട പ്രതികരണമാണ് ED സിനിമ സ്വന്തമാക്കിയത്. സുരാജ്, ഗ്രേസ് ആന്റണിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ED ഒരു ഫാമിലി കോമഡി മൂവിയാണ്. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് ED സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ED സിനിമ നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ റിലീസ് ഈ ആഴ്ചയായിരിക്കും വരാനും പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പൈങ്കിളി സ്വന്തമാക്കിയത്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. അതുപോലെ സജിൻ ഗോപുവും അഭിനയിച്ചിട്ടുണ്ട്. ഒരു റൊമാൻറ്റിക്കൽ കോമഡി മൂവിയായിരുന്നു പൈങ്കിളി. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമയിൽ ഉടനീളം കോമഡിയാണ്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. മനോരമ മാക്സ് ആണ് പൈങ്കിളി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ്. ഏപ്രിൽ മാസം 11-നാണ് പൈങ്കിളി സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമയ്ക്ക് കാത്തിരുന്ന് ആരാധകർ മടുത്തു. കാരണം സിനിമ OTT റിലീസ് ചെയ്യുന്നില്ല. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ഹണ്ട് സ്വന്തമാക്കിയത്. എങ്കിലും ഹണ്ട് സിനിമ OTT കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. വിഷുവിനെ സ്പെഷ്യലായിട്ടായിരിക്കും ഹണ്ട് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഭാവനയാണ് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബേബി സ്വന്തമാക്കിയത്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഒരു റൊമാൻറ്റിക്കൽ കോമഡി മൂവിയാണ്. മാർക്കോ സിനിമയ്ക്ക് ശേഷമാണ് ഗെറ്റ് സെറ്റ് ബേബി വന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ കാത്തിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ അവസാനം മനോരമ മാക്സ്, ആമസോൺ പ്രൈമാണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 11-ന് മുന്നേ ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലും ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദാവീദിന് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇതൊരു
ഒരു ഇടിപടമാണ്. ആന്റണി വർഗീസാണ് ദാവീദിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ദാവീദ് സ്വന്തമാക്കിയത്. ആന്റണി വർഗീസിന്റെ ആക്ഷൻ മൂവി കാണാൻ ആരാധകർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദാവീദ് വിറ്റുപോരികയാണ്. ആമസോൺ പ്രൈമാണ് ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. വിഷു സ്പെഷ്യൽ ആയിട്ടായിരിക്കും ദാവീദ് OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.